മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ആരോ ഒരു കാർട്ടൂൺ ഭംഗിയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്ന് പോയ ഒരു ജഡ്ജി ദുഃഖ വെള്ളിയാഴ്ച താൻ ഈ ജഡ്ജിമാരുടെ മീറ്റിംഗിലും പ്രധാനമന്ത്രിയുടെ വിരുന്നിലും പങ്കെടുക്കില്ല എന്നും അത് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു അവഹേളനമാണെന്നും ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ എൻ്റെ മതം ഇതിൽ പങ്കെടുക്കാൻ എന്നെ അനുവദിക്കുന്നില്ല എന്നും ഞാനൊരു ക്രിസ്തു മതാനുയായിയായ സ്ഥിതിക്ക് മതത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനെ വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് അദ്ദേഹം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിന് ചേർത്തുകൊണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു കാർട്ടൂൺ വന്നത്. ഒത്തിരി പേർക്ക് അത് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ആ കാർട്ടൂണിൽ എഴുതിയിരിക്കുന്നത് വളരെ രസകരമായിട്ടൊരു വരിയാണ്. എനിക്ക് ഹൃദയസ്പർശിയായിട്ടൊരു വരിയായതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഭാരതത്തിലെ മിലിറ്ററിയിലുള്ളവർ, ഭാരതത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ എല്ലാവരും പറയുകയാണെന്ന് വിചാരിക്കാം. പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും ഞങ്ങൾ ഒന്നും ചെയ്യില്ല, മതത്തിൻ്റെ മാത്രം കാര്യത്തിലാണ് ചെയ്യുന്നത് വിചാരിക്കാം. മുസ്ലിങ്ങളുടേതായിട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ബോർഡർ സെക്യൂരിറ്റി ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും അതിലൊന്നും ഞങ്ങൾ പോവില്ല, ഞങ്ങൾക്ക് ലീവ് വേണം, മതം പറയുന്നു ഇതിലൊന്നും പോകരുതെന്ന് പറയുന്നു. ദീപാവലിക്ക് ഹിന്ദുക്കളും അങ്ങനെ പറഞ്ഞു വിചാരിക്കാം. ഓരോ മതത്തിൻ്റെയും ഓരോ അനവധി ആചാരങ്ങളും ആഘോഷങ്ങളും വിശ്വാസങ്ങളും വരുമ്പോൾ നമ്മളുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന മിലിറ്ററിയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതുപോലെ കർമ്മമണ്ഡലത്തിലുള്ളവരെല്ലാം ഞങ്ങളുടെ മതത്തിനെതിരെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളുടെയോ അവസ്ഥ പരിതാപകരമാണെന്ന് വരത്തക്ക വിധത്തിൽ പറയുമ്പോൾ ഉണ്ടാവുന്ന വേദന. അവനവന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പങ്കെടുക്കേണ്ട. ഇത് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു ജഡ്ജി ഇത്രയും ഇതായിട്ട് പറയുമ്പോൾ ആ ജഡ്ജിയെ പറഞ്ഞ ആ വ്യക്തിക്ക് മനസ്സിലാക്കാനും നമ്മളൊന്ന് അറിയാനും വേണ്ടിയിട്ട് ശരിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ തിങ്കളാഴ്ച ഏപ്രിൽ 6-ാം തീയതി വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു ന്യൂസ് എനിക്ക് വളരെ സന്തോഷം തോന്നി. 2 Christian Chief Justices took part in Judges Conclave, New Delhi. Justice Kurian Joseph may have questioned the Chief Justice of India for scheduling the Judges Conference during Good Friday and Easter, but 2 Christian High Court Chief Justices did not share his perception and attended the conference on all 3 days. Jammu and Kashmir Chief Justice N. Paul Vasantakumar and Uttarakhand Chief Justice K.M. Joseph were present on the first day of the Judges Conference on Good Friday and were as seen during the Chief Justice's CM Chief Minister's Conference on Easter Sunday also. All 21 Chief Justices of the High Courts participated in the conference, the schedule for which was decided in November 2014. Remember that the schedule of this program was ഈ കോൺഫറൻസിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെയും ജസ്റ്റിസുമാരുടെയും കോൺഫറൻസ് എല്ലാം തീരുമാനിച്ചത് 2014 നവംബറിലാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെയും ഉത്തരാഖണ്ഡിലെയും ചീഫ് ജസ്റ്റിസുമാർ ക്രിസ്ത്യാനികളാണ്. അവർ പങ്കെടുത്തു. അവരൊരു ഒബ്ജക്ഷനും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ പങ്കെടുത്തു. November last year, the Chief Justices even had a preliminary meeting with the Chief Justice of India in December. മറ്റെല്ലാ ചീഫ് ജസ്റ്റിസുമാരുമായി ചേർന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നു. ആൻഡ് എവറി ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ന്യൂ അബൌട്ട് ഇറ്റ്. എല്ലാവർക്കും ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നു. If Justice Kurian Joseph was so aggrieved by the scheduling of the conference, why did he not raise objection in November or December last year? Asked a Supreme Court source. Chief Justice of India H.L. Dattu told Times of India, the controversy over scheduling has left a small heartburn, but we judges belong to one family and we will settle the grievance within the family. Sources said the presence of Supreme Court judges except the
Chief Justice of India and Justice Thakur and A.R. Dave was not mandatory. Many Supreme Court justices went about their assignment in various parts of the country. മറ്റ് പല ചീഫ് ജസ്റ്റിസുമാരും അവരവരുടേതായിട്ടുള്ള പ്രോഗ്രാമിന് പോയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അത് മറ്റ് ചീഫ് ജസ്റ്റിസുമായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നത്. വരാത്തവർ ധാരാളം പേരുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയില്ല. പൊളിറ്റീഷ്യൻസിനെ പോലെ ജഡ്ജിമാര് ഇത് ഇഷ്യൂ ആക്കി മാറ്റുന്ന ഒരവസ്ഥ വളരെ വിചിത്രമായിട്ട് തോന്നി. The Jammu and Kashmir Chief Justice added the official work on Good Friday in the shape of Chief Justice Conference did not clash with my religious duties. എൻ്റെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഒരു കാരണവശാലും ഈ ഒരു മീറ്റിംഗ് കാരണം തടസ്സപ്പെട്ടില്ല എന്ന് ജമ്മു ആൻഡ് കാശ്മീരിലെ ചീഫ് ജസ്റ്റിസ് എൻ പോൾ വസന്തകുമാർ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. The meeting was fixed in November and we had a preliminary meeting with the Chief Justice of India for the conclave in December also. നവംബറിൽ തീരുമാനിച്ചത്, വീണ്ടും ഡിസംബറിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. When it is fixed so early, the meeting must go on. വളരെ നേരത്തെ തീരുമാനിച്ചതായതുകൊണ്ട് ഈ മീറ്റിങ്ങുകളെല്ലാം പോകേണ്ടത് തന്നെയാണ്. I went to church early on Good Friday and attended conference today in the Easter day also. I went to church and you see me here in the conference. ഞാൻ പള്ളിയിലേക്ക് പോകേണ്ടത് പള്ളിയിലേക്ക് പോയി, വരേണ്ട കാര്യത്തിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ രക്തമാണെന്നൊരു ജഡ്ജി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ പല കത്തിലും പറഞ്ഞിരിക്കുന്ന വേദനാജനകമായിട്ടുള്ള വസ്തുത ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ വളരെയധികം വേദനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു മതത്തില് ദീപാവലി ദിവസം ഒരു ഹിന്ദുവും ഒരു ഔദ്യോഗിക കാര്യവും ചെയ്യില്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. വിഷുവിന്റെ ദിവസം ഒരു കേരളത്തിലെ ഹിന്ദുവും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. വിഷു വിഷുവിന്റെ രീതിയിൽ നടക്കും, ഓണം ഓണത്തിന്റെ രീതിയിൽ നടക്കും, അതുപോലെ തന്നെ റംസാൻ റംസാന്റെ രീതിയിൽ നടക്കും. പലപ്പോഴും IPS കിട്ടിയ മുസ്ലിം ഉദ്യോഗസ്ഥര് ഇന്ന് റംസാനാണ്, ഞാനൊന്നും ഒരു ഗവൺമെന്റ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. എത്ര IPS ഉദ്യോഗസ്ഥരുണ്ട് മുസ്ലിങ്ങളായിട്ട്, എത്ര IAS ഉദ്യോഗസ്ഥരുണ്ട് മുസ്ലിങ്ങളായിട്ട്. ഈ മതത്തിന്റെ ദിവസം എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് മതങ്ങളോടുള്ള ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനമാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒരു ജഡ്ജി, ആ ജഡ്ജിക്ക് പറ്റിയ രീതിയിലുള്ള കാർട്ടൂണാണ് ഫേസ്ബുക്കുകളിൽ നിറച്ചും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഭാരതത്തിന്റെ ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്, ന്യൂനപക്ഷങ്ങളിൽ ചിലര് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് ഒരു മതത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഇതിലെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.